ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ലോഹങ്ങളും അവയുടെ അയിരുകളും പഠിക്കാം. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. നമുക്ക് എങ്ങനെ ആലോചിച്ച് വെക്കാം? അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ മതി. അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അതിൽ മാഗ്നറ്റൈറ്റ് നമുക്ക് സിമ്പിൾ ആയി കിട്ടും. മാഗ്നറ്റിനെയും ഇരുമ്പിനെയും നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെ? മാഗ്നറ്റ് എന്താണ്? നമ്മുടെ ഇരുമ്പിനെ ആകർഷിക്കും. ഇനി ഹേമറ്റൈറ്റ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? HIJK അങ്ങനെയല്ലേ നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചിട്ടുള്ളത്? അതിൽ HI എന്നത് ഓർത്ത് വെച്ചാൽ മതി. HI, ഈ H എന്താണ്? H ഹേമറ്റൈറ്റും, I എന്താണ്? I അയണുമാണ്. അപ്പോൾ ഇരുമ്പിന്റെ അയിര് ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇനി കോപ്പറിന്റെ അയിര് എന്താണ്? മാലക്കൈറ്റും കുപ്രൈറ്റുമാണ്. അതിൽ കുപ്രൈറ്റ് സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ, കോപ്പർ കുപ്രൈറ്റ്. ഇനി മാലക്കൈറ്റ് എങ്ങനെ കിട്ടും? കോപ്പറിന്റെ മാല എന്നത് ഓർത്താൽ മതി. കോപ്പറിന്റെ മാല എന്ന് ഓർത്താൽ മാലക്കൈറ്റും കിട്ടും. ഇനി യുറേനിയത്തിന്റെ അയിര് ഓർത്ത് വെക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഒരാളെ പിച്ചുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കും. യു പോലെയല്ലേ നമ്മുടെ കൈ പിടിക്കുക? യു പോലെ നമ്മുടെ കൈ പിടിച്ചിട്ടാണ് നമ്മൾ ഒരാളെ പിച്ചുക എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. ഇനി തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. അപ്പൊ അത് സൗണ്ട് വെച്ച് കണക്ട് ചെയ്താൽ മതി. മോ എന്നുള്ള ഈ സൗണ്ട് വെച്ച് കണക്ട് ചെയ്താൽ മതി. തോറിയം മോണോസൈറ്റ്. ഓക്കെ. ഇനി സിങ്ക് എന്താണ്? കലാമൈൻ, അതുപോലെ തന്നെ സിങ്ക് ബ്ലെൻഡ്. നമുക്ക് കലാമൈൻ നമുക്ക് കണക്ട് ചെയ്യാം. എന്താണ്? സിങ്ക് ബ്ലെൻഡും സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാലോ. സിങ്ക് ബ്ലെൻഡ് സിമ്പിൾ ആണ്. എങ്ങനെ കലാമൈൻ കണക്ട് ചെയ്യുക? നമ്മൾ സിങ്കിലിട്ടിട്ട് ഒരു കലം കഴുകുന്നത് ആലോചിച്ചാൽ മതി. സിങ്കിലിട്ടിട്ട് ഒരു കലം കഴുകുക എന്ന് ആലോചിച്ചാൽ സിങ്ക് കലാമൈൻ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെർക്കുറിയുടെ അയിരാണ്. അത് കണക്ട് ചെയ്യുക. ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ഏത്? മെർക്കുറി. ഈ ചെറുത് എന്നതിന് നമ്മൾ തമിഴിൽ എന്താ പറയാ എന്നാലോചിച്ചാൽ നമുക്ക് കിട്ടും. മെർക്കുറിയുടെ അയിര് എന്താണെന്ന് എല്ലാവരും അത് ആലോചിച്ചിട്ട് കമന്റ് ചെയ്യാം.